പാലക്കാട് താരേക്കാടാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ജനവാസ മേഖലയാണ്. ചുറ്റും ഇടങ്ങളിലേക്ക് തീ പടരുന്നത് ആദ്യമേ തന്നെ തടഞ്ഞു ഫയർഫോഴ്സ്. ഇപ്പോൾ പൂർണ്ണമായി തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘം. ചെറിയ രീതിയിൽ ചില ഭാഗങ്ങളിലായി ഇപ്പോഴും തീ പടരുന്നുണ്ട്. പക്ഷേ അത് നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഷാരിഖ് നവാസ് ചേരുന്നുണ്ട്. ഷാരിഖ്, ഉന്മേഷ്, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് അവർ തീവ്രമായ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തോതിലാണ് പുക ഉയരുന്നുള്ളൂ. നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നു വൻതോതിൽ പുക ഈ പ്രദേശത്ത് മൊത്തം ഉയർന്നിരുന്നു. ഈ പുകയുടെ ഇതിൽ ഈ ഫ്ളാറ്റിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ കരിഞ്ഞ ഒരു അവസ്ഥയിൽ ഉണ്ടായി. അത്തരത്തിൽ വലിയൊരു അപകടങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം സമയോചിതമായ ഇടപെടൽ, പെട്ടെന്ന് തന്നെ അഗ്നിരക്ഷാ സേനാ സംഘത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞത് വലിയൊരു അപകടം ഒഴിവാകാൻ കാരണമായി. എന്തായാലും ഇത് ഫ്രൂട്ട്സിന്റെ അട്ടപ്പെട്ടികളും മറ്റുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരിടമാണ്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൂടുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത്. നമുക്കൊപ്പം ഇവിടുത്തെ പ്രദേശവാസി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ശരിക്കും സംഭവം ഉണ്ടായത്? എപ്പോഴായിരുന്നു ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പാണ്. ഇവിടെ കംപ്ലീറ്റ് ഫ്രൂട്ട്സിൻ്റെ ബോക്സുകളും അട്ടപ്പെട്ടികളും ഇങ്ങനെയുള്ളതൊക്കെ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ തീ പിടിച്ചെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് കാണുന്ന കംപ്ലീറ്റും അതാണ്, പ്ലാസ്റ്റിക് ഉരുക്കി കത്തി പിടിച്ചതിൻ്റെ ഇതാണ് ഇവിടെ കംപ്ലീറ്റും കാണുന്നത്. എന്തായാലും ഇപ്പോൾ സ്ഥിരം എപ്പോഴും ആളുള്ള കാരണമാണ് ഇപ്പോൾ ഇത്ര ഈ ദുരന്തം കുറച്ച് കമ്മിയായിട്ടുള്ളത്. എന്തായാലും താഴെ എപ്പോഴും ആളുണ്ടാവും. പാളത്തിനടിയിൽ ഏത് ടൈം ആളുള്ള കാരണമാണ് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതിനോട് ഇപ്പോൾ വലിയ ദുരന്തം ആയി തന്നെ. അത് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ വന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങൾ എപ്പോഴും ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ്. ഫുള്ളായിട്ട് അടുക്കി വെച്ചിരുന്നത് കംപ്ലീറ്റ് ഉരുക്കി കത്തിയിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. എന്തായാലും ചൂടായിരിക്കും. എന്താണ് കാരണം എന്ന് വ്യക്തമല്ല, അത് കറക്റ്റായിട്ട് അറിയില്ല അതെന്താന്നുള്ളത്. അങ്ങനെ തീ പടരാനുള്ള സാഹചര്യം ഉള്ള സ്ഥലമല്ല അത്. എപ്പോഴും ആളും ഫുള്ളായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അതെങ്ങനെ പിടിച്ചു എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ചൂടുമല്ലേ, അതിൻ്റെ ഇതും ആയിരിക്കാം എന്നാണ് നമ്മളുടെ ഒരു ഇത്. ഉന്മേഷ്, അത്തരത്തിൽ തന്നെയാണ് ആളുകൾ പറയുന്നത്. കാരണം അതായത് ഇവിടെ ചൂടായിരിക്കാം, ഒരുപക്ഷെ ചൂടാവാം ഇത്തരത്തിൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത്. കാരണം ഇന്നും പാലക്കാട് 37 ഡിഗ്രി സെൽഷ്യസിലധികം ചൂടുണ്ട്. എന്തായാലും ഇവിടെ ഫ്രൂട്ട്സ് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ബോക്സുകളാണ്, അതായത് പ്ലാസ്റ്റിക് ബോക്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. മറ്റു അപകടകരമായ വസ്തുക്കളൊന്നും ഈ പ്രദേശത്തില്ല. എന്തായാലും അതും കുറച്ച് ഉണങ്ങിയ പുല്ലുകൾ മാത്രമാണ് കത്തി നശിച്ചിട്ടുള്ളത്. എന്തായാലും അഗ്നിരക്ഷാ സേനയുടെ പരിശ്രമത്തിനൊടുവിൽ, തീവ്രമായ പരിശ്രമത്തിനൊടുവിൽ എന്തായാലും തീ പൂർണ്ണമായും അണച്ചു. ഇപ്പോൾ കുറച്ച് ചെറിയ തോതിൽ പുക മാത്രമാണ് ഉയരുന്നത്. അതും അവർ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ പ്രദേശവാസികൾ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. നാട്ടുകാരുടെയും ഒരു പരിശ്രമത്തിനൊടുവിൽ എന്തായാലും തീ നിയന്ത്രണ വിധേയമായി അടുത്ത ഭാഗങ്ങളിലേക്ക്, തൊട്ടടുത്തൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ തിങ്ങി പാർക്കുന്ന ഒരു ജനവാസ മേഖലയാണ്. നെരുകുത്തി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. തൊട്ടടുത്ത് വലിയൊരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. അപ്പോൾ ഇവിടേക്കൊന്നും തീ പടരാതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അഗ്നിരക്ഷാ സേന നടപ്പാക്കിയത് കൊണ്ടാണ് ഈ വലിയ അപകടം ഒഴിവായത്. എന്തായാലും ആളുകൾ പെട്ടെന്ന് തീ ഉയർന്നത് കണ്ട്, അല്ലെങ്കിൽ ഈ പുക ഉയരുന്നത് കണ്ട്, കാരണം നമുക്ക് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ പുക ഉയരുന്നത് കാണാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു പരിഭ്രാന്തി കൊണ്ടാണ് നാട്ടുകാർ പെട്ടെന്ന് ഈ ഭാഗത്ത് തടിച്ചുകൂടിയത്. എന്തായാലും അഗ്നിരക്ഷാ സേനയുടെ സമയോചിത ഇടപെടൽ മൂലമാണ്. ശരി ഷാരിഖ്, ഏതായാലും ആ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് താരേക്കാടാണ് ഈ തീപിടുത്തമുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.